إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും മാത്രമാണ് നാം അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസിയായി ഈ ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ ഫളലും എത്രത്തോളമാണ് നാം അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ വചനങ്ങളിലൂടെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹുവാണ് ഏറ്റവും നന്നായി പോറ്റുന്നവൻ, സംരക്ഷിക്കുന്നവൻ. അവൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ്, അത്യധികം സ്നേഹമുള്ളവൻ, ഏത് വീഴ്ചകളും പാപങ്ങളും പുറത്തു തരുന്നവൻ. വ ഇന്ന റബ്ബക ലദൂ ഫളലിൻ അലന്നാസ്, തീർച്ചയായും നിന്റെ റബ്ബ് മനുഷ്യരോട് ഔദാര്യമുള്ളവനാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, തൻ്റെ അടിമകളോട് അത്യധികം ദയയുള്ളവനാണ്. ഈ വചനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ കാവലാണ്, അവൻ്റെ റഹ്മത്താണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യമാകും. ഇങ്ങനെയെല്ലാം നമ്മെ റബ്ബ് പരിഗണിച്ചു ഈ ഭൗതിക ലോകത്ത്. എന്നാൽ ആ അള്ളാഹുവിനെ ജീവിതത്തിൽ എത്രത്തോളം നാം പരിഗണിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, മൻ അറാദ അൻ യഅലമ മാ ലഹു ഇൻദല്ലാഹ് ഫൽയൻദുർ മാ ലില്ലാഹി ഇൻദഹു. തനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് എന്ത് സ്ഥാനമാണുണ്ടാകുക എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിന് തൻ്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനം നൽകി എന്ന് ചിന്തിക്കട്ടെ എന്നാണ്. അള്ളാഹു നമ്മെ ഐഹിക ജീവിതത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അതിൻ്റെ തെളിവുകളാണ്. ഇനിയൊരു വിശ്വാസിയെ പരീക്ഷണങ്ങളാണ് ബാധിക്കുന്നതെങ്കിൽ ആ പരീക്ഷണങ്ങളിലൂടെയും അള്ളാഹു യഥാർത്ഥത്തിൽ അവനെ തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. എന്നാൽ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിലെത്തുമ്പോൾ
അവൻ പരിഗണിച്ചവനാണോ ഞാനെന്ന് ഈ ഭൗതിക ലോകത്ത് വെച്ചു തന്നെ നമുക്ക് വിലയിരുത്താൻ മാർഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഹിജ്റ 162 മരണപ്പെട്ട ഇബ്രാഹിമുൻ അദ്ഹം റഹിമഹുല്ല പണ്ഡിതനായിരുന്നു, ഭക്തനായിരുന്നു. ഐഹിക ലോകത്തെക്കുറിച്ച് ഒരു വിശ്വാസി എത്രത്തോളം വിരക്തനാകണം അതെല്ലാം നേടിയ മഹാൻ. അദ്ദേഹം ഒരിക്കൽ ബസ്രയിലെ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. അദ്ദേഹത്തോട് ചോദിച്ചു, മാ ലന നദ്ഉ ഫലാ യുസ്തജാബു ലന. ഞങ്ങളൊക്കെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, ലിഅന്ന ഖുലൂബകും മാതത് ബിഅശ്റതി അശ്യാ. നിങ്ങളുടെ ഹൃദയങ്ങൾ 10 കാര്യങ്ങളാൽ നിർജീവമായി കിടക്കുകയാണ്. ആ ഹൃദയങ്ങൾ നിങ്ങൾ ജീവിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ അന്വേഷിച്ചു ആ 10 കാര്യങ്ങൾ ഏതൊക്കെ. അദ്ദേഹം അത് അവർക്ക് എണ്ണിക്കൊടുത്തു. അന്നക്കും അറഫ്തുമുല്ലാ ഫലം തുഅദ്ദു ഹഖ്ഖഹു. നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയാം, പക്ഷേ അവനോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കുന്നില്ല. സഅംതും അന്നക്കും തുഹിബ്ബൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ തറക്തും സുന്നത്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾക്ക് അതിയായ സ്നേഹമുണ്ട് എന്നാണ് നിങ്ങളൊക്കെ വാദിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചര്യ ജീവിതത്തിൽ നിങ്ങൾ അവഗണിക്കുന്നു. ഖറഅ്തുമുൽ ഖുർആന വലം തഅമലൂ ബി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള പ്രവർത്തനം നിങ്ങളിലില്ല. അകൽതും നിഅമല്ലാ വലം തുഅദ്ദു ശുക്റഹ. അള്ളാഹു നൽകുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് തിന്നുന്നതും കുടിക്കുന്നതും അനുഭവിക്കുന്നതും, പക്ഷേ ആ റബ്ബിന് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. ഖുൽതും ഇന്ന ശൈത്വാന അദുവ്വുകും വവാഫഖ്തുമൂഹു. നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന്, പക്ഷെ ആ പിശാചിനോട് രാജിയായിക്കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം. ഖുൽതും ഇന്നൽ ജന്നത ഹഖ്ഖുൻ വലം തത്ലുബൂഹ. സ്വർഗം യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ജീവിതത്തിൽ അത് തേടിപ്പിടിക്കുന്നില്ല. ഖുൽതും ഇന്നൻ നാറ ഹഖ്ഖുൻ ഫലം തസ്തഇദ്ദൂ ലഹ. നരകം യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ പറയുന്നു, വലം തഹ്റുബൂ മിൻഹ. അതിൽ നിന്ന് നിങ്ങൾ ഭയപ്പെട്ട് അകലുന്നില്ല. ഖുൽതും ഇന്നൽ മൗത ഹഖ്ഖുൻ ഫലം തസ്തഇദ്ദൂ ലഹ. മരണം യാഥാർത്ഥ്യമാണ്, ഉറപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ മരണശേഷമുള്ള ജീവിതത്തിനായി നിങ്ങളാരും ഒരുങ്ങുന്നില്ല. ഇൻ തബഹത്തും മിനൻ നൗമി വസ്തഗൽതും ബി ഉയൂബിൻ നാസ് വതറക്തും ഉയൂബകും. നേരം വെളുത്താൽ മനുഷ്യരുടെ പോരായ്മകളിലാണ് നിങ്ങൾ മുഴുകിയിട്ടുള്ളത്. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ മറക്കുകയാണ്, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ദഫൻതും മൗതാക്കും ഫലം തഅ്തബിറൂ ബിഹിം. മരണപ്പെട്ട ഒരുപാട് മനുഷ്യരെ നിങ്ങൾ മറവ് ചെയ്തു, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊണ്ടിട്ടില്ല. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ദീനിലൊക്കെ നമ്മൾ നേടേണ്ട അടിസ്ഥാന അറിവുകളെക്കുറിച്ചാണ്. അടുത്ത നിമിഷം നാം എങ്ങാനും കബറടക്കപ്പെട്ടാൽ നാം മറുപടി നൽകേണ്ട 3 ചോദ്യങ്ങളുണ്ട്. മൻ റബ്ബുക വമാ ദീനുക വമാ നബിയുക. അതേപോലെ വമാ യുദ്രീക, അല്ലെങ്കിൽ വമാ അമലുക. നിന്റെ റബ്ബാരാണ്, നിന്റെ ദീൻ ആരാണ്, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാരാണ്, നിന്റെ അറിവ് എന്തായിരുന്നു ഭൗതിക ലോകത്ത്, ഏതറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്, സത്യവിശ്വാസിയാണോ? ആ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി നൽകും. റബ്ബി അല്ലാ, ദീനിയൽ ഇസ്ലാം, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേടിയ അറിവുകളിൽ പ്രധാനം ഖറഅ്തു കിതാബല്ലാ ഫആമൻതു ബിഹി വസദ്ദഖ്തു. അള്ളാഹുവിൻ്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്,
അതിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അതിൽ പറഞ്ഞതൊക്കെ ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരാളും നേടേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങളിലും അടിയുറച്ച വിശ്വാസവും അതനുസരിച്ച പ്രവർത്തനവും നമ്മിലുണ്ടാകണം. ബനൂ ഇസ്രായേൽ സമൂഹത്തോട് അവർക്ക് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥത്തെക്കുറിച്ച് അള്ളാഹു ഉണർത്തിയിട്ടുണ്ട്. അഫതുഅ്മിനൂന ബിബഅ്ളിൽ കിതാബി വതക്ഫുറൂന ബിബഅ്ൾ. അവർക്ക് പറ്റിയതൊക്കെ വേദഗ്രന്ഥത്തിൽ നിന്നെടുത്തു, അവർക്ക് പറ്റാത്തത് അവഗണിച്ചു, അവിശ്വസിച്ചു അവർ. അള്ളാഹ് ചോദിച്ചു, ഞാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ചിലതിൽ വിശ്വസിക്കുകയും ചിലതിൽ അവിശ്വസിക്കുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തിദ് ദുനിയ. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നിന്ദ്യത മാത്രമായിരിക്കും ഫലം. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. കഠിന കഠോരമായ ശിക്ഷയിലേക്ക് പരലോകത്ത് അവർ തള്ളപ്പെടും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കലാമുള്ളയാണ്. അള്ളാഹു നമ്മോട് സംസാരിച്ച വാക്കുകളാണത്. അതിലെ ഓരോ അക്ഷരത്തിലും അടിയുറച്ച വിശ്വാസവും അതനുസരിച്ച പ്രവർത്തനവും ഉണ്ടാകണം. അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അടുത്ത നിമിഷം കബറടക്കപ്പെട്ടാൽ അള്ളാഹു വിളിച്ചു പറയും, അൻ സ്വദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞതൊക്കെ സത്യസന്ധമാണ്. ഫഅഫ്രിശൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന. അവൻ്റെ കബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കണം, സ്വർഗത്തിൽ നിന്നൊരു വസ്ത്രം അണിയിക്കണം, സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് അവന് നൽകണം. അങ്ങനെ ഫയഅ്തീഹി മിൻ റൗഹിഹാ വതീബിഹാ, സ്വർഗത്തിൻ്റെ എല്ലാ പരിമളവും അവനതാ ആ കബറിൽ ആശ്വസിച്ചുകൊണ്ടാണ് അവൻ്റെ ബർസഖി ജീവിതം. വയുഫ്തഹു ലഹു ഫീഹാ മദ്ദ ബസരിഹി, കണ്ണുകൊണ്ട് കാണാവുന്ന നിലക്ക് അവനത് അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതാണ് ഖുർആനിൽ സൂറത്ത് വാഖിഅയിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. ഈ ഭൗതിക ലോകത്ത് ജീവിച്ചപ്പോൾ പരമാവധി അള്ളാഹു നൽകിയ വായുവും വെള്ളവും ഭക്ഷണവും അനുഗ്രഹങ്ങളും സമ്പത്തും ഒക്കെ ഉപയോഗിച്ച് ജീവിച്ചപ്പോൾ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുത്തവനിലാണ് അവൻ പെട്ടതെങ്കിൽ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം, സ്വർഗീയമായ എല്ലാ അനുഭൂതികളും എല്ലാ ആശ്വാസവും എല്ലാം അവനുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം റബ്ബിന് അറിയേണ്ട പോലെ അറിഞ്ഞില്ല, അവൻ്റെ കലാം ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊണ്ടില്ല. അതുപോലെ സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് വ്യക്തമായ ഒരറിവ് അവൻ നേടിയില്ല. ഇതൊക്കെയാണ് ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അതിലൊന്നാണ് അക്കൽതും നിഅമല്ലാ ഫലം തുഅദ്ദു ശുക്റഹ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ യഥേഷ്ടം തിന്നുന്നു, പക്ഷേ നന്ദിയില്ല. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോഴാണ് അള്ളാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുക എന്നതാണ്. ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുന്നുവോ കൂടുതൽ നിങ്ങൾക്ക് നാം നൽകിക്കൊണ്ടിരിക്കും. വഇൻ തഷ്കുറു യർലഹു ലക്കും, നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം അതാണ് അവൻ നിങ്ങളിൽ നിന്ന് തൃപ്തിയായി സ്വീകരിക്കുന്നത്. യഅ്മലു ആല ദാവൂദ ശുക്ര, ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിന് ഒട്ടേറെ അനുഗ്രഹങ്ങൾ അള്ളാഹ് ചൊരിഞ്ഞുകൊടുത്തു. അവർക്ക് കാറ്റുകൾ വാഹനമായും പർവ്വതങ്ങളും പക്ഷികളും പറവകളും അവരോടൊപ്പം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന നിലക്ക് അങ്ങനെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ. അവസാനം അള്ളാഹ് പറഞ്ഞു, ഇതിനൊക്കെ നന്ദിയായി നിങ്ങൾ പ്രവർത്തിക്കണം. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നിന്ന് കുറച്ചാളുകൾ മാത്രമാണ് നന്ദിയുള്ളവർ എന്നാണ്. അതുകൊണ്ട് നന്ദിയോടെ ജീവിക്കുക. എല്ലാ നന്ദികെട്ട പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്ദികേടിൻ്റെ സംസ്കാരങ്ങളിലേക്കും പിശാചാണ് നമ്മെ കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ ശത്രുവായി കാണണം. വലഖദ് സ്വദ്ദഖ അലൈഹിം ഇബ്ലീസു ളന്നഹു ഫത്തബഊഹു ഇല്ലാ ഫരീഖം മിനൽ മുഅ്മിനീൻ
അവരെ പിഴപ്പിക്കാനാകുമെന്ന ഇബ്ലീസിന്റെ ധാരണ ശരിയാണെന്ന് ഇബ്ലീസ് അവരിൽ തെളിയിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇബ്ലീസിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുക എന്നർത്ഥം. അതിൽപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വർഗനരകങ്ങൾ അതൊരു സാങ്കല്പികമല്ല എന്ന് തിരിച്ചറിയണം. ഞാൻ സംസാരിക്കുന്ന സംസാരത്തെ എനിക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കേൾക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സംസാരത്തെ നിഷേധിക്കാൻ സാധ്യമല്ലെങ്കിൽ, അതുപോലെ യാഥാർത്ഥ്യമാണ് സ്വർഗവും നരകവും എന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഫവറബ്ബിസ്സമാഇ വൽ അർളി ഇന്നഹു ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. ആകാശഭൂമികളുടെ റബ്ബ് തന്നെയാണ് സത്യം. രക്ഷയും ശിക്ഷയും അത് പരമയാഥാർത്ഥ്യമാണ്. ഏതുപോലെ? മിസ്ല മാ അന്നകും തൻതിഖൂൻ, നിങ്ങളുടെ സംസാരശേഷി പോലെ എന്നതാണ്. നമ്മുടെ സംസാരശേഷി എന്നത് ഒരു മഹാദൃഷ്ടാന്തമാണ്. മനുഷ്യർക്ക് മാത്രമല്ല കൊടുത്ത പരസ്പരം ആശയവിനിമയങ്ങൾ അങ്ങനെ നടത്താൻ കഴിയുന്നത് ഒരു വമ്പിച്ച ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തത്തെ നിഷേധിക്കാൻ സാധ്യമല്ലെങ്കിൽ സ്വർഗവും നരകവും ഉണ്ട് എന്നാണ് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മിസലൽ ജന്ന, സ്വർഗത്തെപ്പോലെ നിത്യസുഖങ്ങളുള്ള അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒന്ന് ഞാൻ കണ്ടിട്ടില്ല. നാമ ത്വാലിബുഹ, പക്ഷേ അതിന് തേടിപ്പിടിക്കേണ്ടവൻ ഉറങ്ങുകയാണ്. വലാ മിസലൻ നാരി നാമ ഹാരിബുഹ, നരകത്തെപ്പോലെ ഭയാനകമായ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. നാമ ഹാരിബുഹ, അതിനെ ഭയപ്പെടേണ്ടവനും ഉറക്കത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ഉറക്കിൽ നിന്നാണ് കുറഞ്ഞ കാലം മാത്രം ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്ത് വളരെ ഉണർച്ചയോടെ ജീവിച്ച് റബ്ബിൻ്റെ സാമീപ്യം നേടി നാം ജീവിക്കേണ്ടത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. രണ്ടാം ഉമർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയുമായിരുന്നു, മാ റഅയ്തു യഖീനൻ അശ്ബഹ ബിശ്ശക്കി മിൻ യഖീനിൻ നാസി ബിൽ മൗതി സുമ്മ ലാ യസ്തഇദ്ദൂന ലഹു. ഒരു മനുഷ്യനും സംശയത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത കാര്യമാണ് മരണം എന്നത്. എന്നിട്ടും മരണശേഷം രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളിൽ അവർ മുഴുകുന്നില്ലല്ലോ എന്ന്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെട്ടവരോട് ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ല രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ബോധ്യമാണ് ഇന്നൽ മൗത ഹഖ്ഖുൻ ഫലം തസ്തഇദ്ദൂ ലഹു, മരണം ഒരു യാഥാർത്ഥ്യമാണ്. വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, മരണവെപ്രാളം പച്ചയായ യാഥാർത്ഥ്യമായി അതാ കടന്നുവരും. ഇതിൽ നിന്നാണ് നീ തെറ്റിപ്പോകുന്നത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വദഫൻതുമുൽ അംവാത ഫലം തഅ്തബിറൂ ബിഹിം, മരണപ്പെട്ടവരെ നിങ്ങൾ മറവ് ചെയ്തിട്ടുമുണ്ട്, നിങ്ങൾ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മരണചിന്ത സത്യവിശ്വാസികളിൽ ധാരാളമായി നിലനിൽക്കണം. ഉദ്ദ നഫ്സക മിൻ അഹ്ലിൽ ഖുബൂർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിന്റെ ശരീരത്തെ ഖബറാളികളിൽ നീ എണ്ണുക എന്നാണ്. ഒരാൾ മരിച്ചാൽ എപ്പോഴാണ് മറവ് ചെയ്യുക, എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം എന്നൊക്കെ ചോദിച്ചറിയും. അത് സ്വയം നമ്മോട് ചോദിക്കണം എന്നാണ്. എനിക്ക് എന്നാണ് മയ്യത്ത് നിസ്കാരം ഉണ്ടാവുക, എന്നെ എന്നാണ് എൻ്റെ ആളുകൾ ഖബറടക്കുക. നിന്റെ ശരീരത്തെ ഖബറാളികളിൽ നീ എണ്ണുക എന്നാണ് ജീവിച്ചിരിക്കുന്ന നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തിയത്, ഇൻതബഹത്തും മിനൻ നൗമി വസ്തഗൽതും ബി ഉയൂബിൻ നാസി വതറക്തും ഉയൂബക്കും. ഉറക്കിൽ നിന്നുണർന്നാൽ നിങ്ങളുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക. വതറക്തും ഉയൂബക്കും, നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ ഉപേക്ഷിക്കുന്നു എന്നാണ്. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളൊക്കെ എന്നിലേക്കാണ് ചൂണ്ടുന്നത്. ഒരു കുറ്റമാണ് അവനിൽ കാണുന്നതെങ്കിൽ 4 കുറ്റം എന്നിലുണ്ട് എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയേ വേണ്ട. വല്ല തിന്മയും കണ്ടാൽ നേർക്കുനേരെ ഉപദേശിക്കുക, പരമാവധി നന്മ കൽപ്പിച്ചു കൊടുക്കുക.
മറ്റുള്ളവരെങ്ങനെ, അവരിങ്ങനെ, ഇവരിങ്ങനെ എന്ന് പറഞ്ഞ് നമ്മുടെ ആയുസ് തീരാൻ പാടില്ല. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ല ഈ വാചകത്തെ വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുണ്ട്, മനിഷ്തഗല ബി ഉയൂബിന്നാസി അഅമല്ലാഹു ബസീറതഹു അൻ ഉയൂബി നഫ്സിഹി. മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും ചികഞ്ഞു തേടുന്നതിൽ ആരെങ്കിലും മുഴുകിയാൽ അള്ളാഹ് അവനെക്കുറിച്ചുള്ള ബോധം കെടുത്തിക്കളയുമെന്നാണ്. പിന്നെ അവനെ മറക്കുന്നതാണ്. അവൻ്റെ കാര്യം അവൻ ശ്രദ്ധിക്കുകയില്ല, മറ്റുള്ളവരുടെ കാര്യത്തിലാണ് അവൻ്റെ ശ്രദ്ധ. ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. പരമാവധി നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാനും റബ്ബിൻ്റെ തൃപ്തി നേടി മാത്രം ജീവിതം നയിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു അവൻ്റെ തൃപ്തി നേടി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്ക വർസുഖ്ന ഇത്തിബാഅഹ വഅരിനൽ ബാത്തില ബാത്തില വർസുഖ്ന ഇജ്തിനാബഹ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين. قوموا الى صلاتكم.